ദുൽഖറും മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ജാക്ലീൻ പോരാണ്ട് ജോൺ ഏബ്രഹാം വരെ പോയിട്ടുള്ള ഒരു ഫേമസ് ഹൗസ് ബോട്ട് ഉണ്ട് ആലപ്പുഴയിൽ. നമുക്ക് നിന്ന് അവിടെ വരെ പോയി നോക്കിയാലോ. സ്പൈസ് റൂട്ട്സ് ലക്ഷറി ക്രൂസസിന്റെ ഒരു ഹൗസ് ബോട്ടാണ് കേട്ടോ അത്. കുറേ നാളായിട്ട് ഞാൻ ഫാമിലി ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു ട്രിപ്പും കൂടിയാണ്. അങ്ങനെ നമ്മുടെ സ്പൈസ് റൂട്ട്സ് തന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെ ഏകദേശം ഒരു 11 മണി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇവരുടെ ബോർഡിംഗ് പോയിന്റിലെത്തി. ഒരു ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ട്രഡീഷണൽ വെൽക്കം തന്നെ നമുക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് നമ്മൾ അവരുടെ ലോഞ്ച് ഏരിയയിലേക്ക് പോയി. ഇവിടെയാണ് നമ്മൾ ബോട്ട് വരണ വരെ വെയിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ബോട്ട് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹേച്ചുകുട്ടി ബെല്ലും അടിച്ച് നമ്മൾ നേരെ ബോട്ടിൽ കയറി. ഞങ്ങളുടെ എല്ലാവരുടെയും തന്നെ ലൈഫിലെ ഒരു ഫസ്റ്റ് ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഈക്വലി എക്സൈറ്റഡും കൂടിയാണ്. ഉള്ളി കയറിയപ്പോൾ ശരിക്കും ഞെട്ടി കേട്ടോ. കാരണം അത്രയും പ്രീമിയം അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ആംബിയൻസിലാണ് ഇന്റീരിയേഴ്സ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എടുത്തത് 1 ബെഡ്റൂം വരുന്ന ഒരു ഹൗസ് ബോട്ടാണ് കേട്ടോ. ബട്ട് ഇവർക്ക് മൾട്ടിപ്പിൾ ബെഡ്റൂംസ് ഉള്ള ഹൗസ് ബോട്ട്സും അവൈലബിൾ ആണ്. ആൻഡ് ഈ കാണുന്നതാണ് വാഷ്റൂമും. ഈ ഫ്ലോർ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്കൊന്ന് മോളിൽ പോയി നോക്കിയാലോ. ഇവിടെയാണ് ഇവരുടെ ഈ ഒരു ഗ്രാൻഡ് ഡൈനിങ് റൂം വരുന്നത് കേട്ടോ. ചുറ്റും നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പോകാനേ തോന്നില്ല. പിന്നെ ഈ 3 ചേട്ടന്മാരാണ് നമ്മുടെ ബോട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് നോക്കാൻ പോകും. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് മീൽ വെച്ച് തുടങ്ങുകയാണ്. ലഞ്ചാണ്. നല്ല ഉഗ്രൻ സദ്യയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചെമ്മീൻ ഫ്രൈ, കരിമീനും ചിക്കൻ്റെ ഗ്രേവിയും ഉണ്ട്. അങ്ങനെ പായസമൊക്കെ തട്ടി നമ്മൾ കുറച്ചേരം റെസ്റ്റ് എടുക്കാനായിട്ടുള്ള തീരുമാനത്തിലായി. പക്ഷെ ചുറ്റും നോക്കിയാലും ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ. ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു സീനിക് വ്യൂ കണ്ടിട്ട് റിലാക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും പിന്നെ ഹേച്ചുവിൻ്റെയും അപ്പേൻ്റെയും വക ലൈവ് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണമല്ലോ. അങ്ങനെ ഒരു 4 മണിയായപ്പോഴത്തേക്കും നമ്മുടെ ഷെഫ് നമുക്ക് നല്ല ചൂട് ചായയും പഴംപൊരിയും ഉള്ളിവടയൊക്കെ കൊണ്ട് തന്ന് അതൊക്കെ കുടിച്ച് നമ്മളതാ പിന്നെയും ഈ വ്യൂ കാണാനായിട്ട് ഈ ഒരു ബാൽക്കണി സ്പേസിൽ വന്നു. ഈ ഒരു ജേർണിയിൽ എനിക്ക് മറക്കാനാവാത്തൊരു മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു സൺസെറ്റ് ആയിരുന്നു. ഈ വട്ടപ്പം നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്നില്ല. ബട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നൈറ്റും സ്റ്റേ ചെയ്യും. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുപോയിട്ട് മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാട്ടോ അത്. സോ ഡോണ്ട് മിസ്.